ഹലോ ഗായ്സ്, എല്ലാവർക്കും സബ്ദാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന അടിപൊളി ഗീ റൈസാണ്. ആദ്യം ഒരു പ്ലേറ്റിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഉള്ളി എന്നിവ മാറ്റി വയ്ക്കുക. അതിനുശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും പച്ചമുളകും മല്ലിയിലയും മാറ്റി വയ്ക്കുക. അതിനുശേഷം മറ്റൊരു ബൗളിൽ ഉണക്കമുന്തിരിയും നാരങ്ങ നീരും അണ്ടിപ്പരിപ്പും, മറ്റൊരു ബൗളിൽ 10 മിനിറ്റ് കുതിർത്ത് വെച്ച അരിയും. പാനിലുള്ള എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇടുക. അണ്ടിപ്പരിപ്പ് നന്നായി വറുത്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. അതേപോലെ ഉണക്കമുന്തിരി നന്നായി വറുത്തതിന് ശേഷം മറ്റൊരു ബൗളിലേക്ക് മാറ്റുക. നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഉള്ളി നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. നന്നായി ബ്രൗൺ കളർ ആവുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ആവശ്യാനുസരിച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് പഞ്ചസാരയും അതിലേക്ക് ചേർക്കുക. അതിനുശേഷം ഒരു ബൗളിന് 1.5 ബൗൾ വെള്ളം ചേർത്ത് അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വെക്കുക. അതിനുശേഷം പാൻ ചൂടായാൽ അതിലേക്ക് 50 ഗ്രാം നെയ്യ് ഒഴിക്കുക. ഗീ നന്നായി ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പട്ട, ഗ്രാമ്പു, ഏലക്ക അതിലേക്ക് ചേർക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയും അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ കളർ വരുന്നവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും ചേർക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം മിക്സ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച അരി ചേർത്ത് നന്നായി ഇളക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച നാരങ്ങ നീരും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് അതിലേക്ക് ചേർക്കുക. മൂടി വെച്ചതിന് ശേഷം അത് തുറന്ന് അതായോ എന്ന് നോക്കുക. അതിനുശേഷം അതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 സ്പൂൺ ഗീ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിലേക്ക് ചേർക്കുക. അതേപോലെ നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും അതിലേക്ക് ചേർക്കുക. നമ്മുടെ അടിപൊളി ഗീ റൈസ് ഇവിടെ തയ്യാറായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.